ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ലഘുലേഖ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് രാഹുലിന്റെ ഒപ്പോടുകൂടി വിതരണം ചെയ്യുന്ന ലഘുലേഖയിലാണ് തെറ്റിദ്ധരിപ്പിക്കൽ. മണ്ഡലത്തിനു വേണ്ടി ഒന്നും ചെയ്യാതിരുന്ന രാഹുൽ പരാജയഭീതിയിലാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന ലഘുലേഖയുമായി രംഗത്തിറങ്ങിയതെന്ന് LDF വയനാട് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നതെന്നാണ് ലഘുലേഖയിലെ അവകാശവാദം. കേരളത്തിലെത്തി ഇടതുമുന്നണിക്കെതിരെ മത്സരിക്കുന്ന രാഹുൽ വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിമർശനമുയർന്നു കഴിഞ്ഞു. കേരളത്തിൽ ഇന്ത്യ മുന്നണി സംവിധാനമില്ല. LDFും UDFും തമ്മിലാണ് മത്സരം. BJPക്കെതിരെ മത്സരിക്കണമെന്ന ആവശ്യം തള്ളി കേരളത്തിലെത്തി LDFിനെതിരെ മത്സരിക്കുന്നതിൽ ഇന്ത്യ മുന്നണിയിൽ തന്നെ ശക്തമായ എതിർപ്പ് നിലനിൽക്കുന്നതിനിടെയാണ് UDFിന്റെ വിചിത്ര ലഘുലേഖ. രാഹുലിന്റെ ചിത്രം വെച്ചുള്ള നോട്ടീസ് UDF പ്രവർത്തകർ വീടുകളിൽ എത്തിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി സമവാക്യങ്ങളെ വെല്ലുവിളിച്ചാണ് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വയനാട്ടിൽ പ്രഖ്യാപിക്കപ്പെട്ടത്. CPIയുടെ ആനി രാജയാണ് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി. സംഭവം അപഹാസ്യവും പരാജയ ഭീതി കൊണ്ടാണ് ഇത്തരം നടപടികളെന്നും ജില്ലാ LDF കൺവീനർ CK ശശീന്ദ്രൻ പറഞ്ഞു. നിർഭാഗ്യവശാൽ ഇന്ത്യ മുന്നണിയുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് ഞാനെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള വ്യക്തിപരമായ തയ്യാറാക്കിയ ഒരു കത്താണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ ഗാന്ധി വിതരണം ചെയ്യുന്നത്. ഇത് ഇന്ത്യ കൂട്ടായ്മയുടെ ആശയത്തെ തന്നെ എതിർക്കുന്ന ഒരു സന്ദേശമായിട്ടാണ് ഉയർന്നു വരിക. BJPക്ക് ഒരു സീറ്റ് പോലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത കേരളത്തിൽ BJP വിരുദ്ധ പോരാട്ടം നടത്തുന്നു എന്നത് മറച്ചുവെക്കുന്നതിന് വേണ്ടിയാണ്. ആ ജാള്യതയിൽ നിന്നാണ് ഇതുപോലെയുള്ള ആശയങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങളുമെല്ലാം രൂപപ്പെട്ടു വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷം രാഹുൽ ഇതുവരെ മണ്ഡലത്തിലെത്തിയിട്ടില്ല. വയനാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെന്ന ഏറ്റുപറച്ചിലും ലഘുലേഖയിലുണ്ട്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അനുകൂല സാഹചര്യങ്ങളിലൊന്നും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമായി വയനാട് മാറിയെന്നും UDF തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഇത് മറികടക്കാനായാണ് തെറ്റായ വാദവുമായുള്ള രാഹുൽ ഗാന്ധിയുടെ ലഘുലേഖയെന്നാണ് LDF വിമർശനം. കൈരളി ന്യൂസ്, വയനാട്.